അപ്പൊ അതിന് മറുപടിയായിട്ട് ഈ പക്ഷി പറയുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് പ്രസക്തമായ കാര്യം. അപ്പൊ ഈ പക്ഷി പറയാണ്, ഈ പൂജനി പറയാണ്, രാജാവേ, അങ്ങ് ഒരിക്കൽ തെറ്റ് ചെയ്തവനാണ്. അങ്ങനെ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തവനെ വീണ്ടും വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല എന്നാണ്. കാരണം നമ്മളെ ഒരവസരത്തിൽ എത്ര ആശ്വസിപ്പിച്ചാലും അവരുടെ ഉള്ളിൽ പക ഉടലെടുത്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളോടത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ പക ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരുവനോട് കൂടി ഒരിക്കലും പിന്നീട് നമ്മൾ സൗഹൃദം സ്ഥാപിക്കരുത്, അല്ലെങ്കിൽ സഖ്യം ചെയ്യരുത്. അപ്പൊ ആ പക ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ, അവനെ വിശ്വസിച്ച് നമ്മൾ സൗഹൃദം സ്ഥാപിച്ചാലോ നമുക്കും ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന പരമ്പരകൾക്ക് കൂടി അത് ആപത്തായിട്ട് തീരും എന്നാണ്. അപ്പൊ ഇത്തരത്തിൽ പല സാന്ത്വന വാക്കുകളെ കൊണ്ടും രാജാവ് പറഞ്ഞു നോക്കിയിട്ടും ആ പൂജനി അംഗീകരിക്കുന്നില്ല. ഈ രാജാവേ, പൂജനി പറയാണ്, വൈരം എന്നുള്ളത് പല രീതിയിലാണ് നമുക്ക് മനുഷ്യർക്കാണെങ്കിലും ഒക്കെ വന്നു ചേരുക. അത് പക്ഷികൾക്കും ഉണ്ട്, മൃഗങ്ങൾക്കും ഒക്കെ ഉണ്ട്. നമ്മൾ പറയാറുണ്ട് ആനപ്പക എന്നൊക്കെ പറയാറുണ്ട്. മനുഷ്യനെ പോലെ അത്ര വലിയ വിവേകമൊന്നും ഇല്ലെങ്കിലും എല്ലാ ജീവജാലങ്ങൾക്കും കുറെ കാര്യങ്ങളിൽ അതിന് പരിമിതമായ ചില അറിവുകളുണ്ട്. അതിന് ഭക്ഷണം തേടാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ട, പ്രകൃതി തന്നെ അതിനൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഓരോ ജീവിക്കും അതിൻ്റെ ആഹാരം എന്തോ അതിനെ കണ്ടെത്താൻ അതിനറിയാം. അപ്പോൾ ആഹാരം, നിദ്ര, മൈഥുനം, ഇങ്ങനെ അവയ്ക്ക് ആവശ്യമായ വിഷയങ്ങളിൽ വേണ്ട തിരിച്ചറിവ് അവയ്ക്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിലും വൈരം എന്നുള്ളത് അത് പല രീതിയിലാണ് വന്നു ചേരുക. 5 വിധത്തിലാണ് വൈരം വന്നു ചേരുന്നത് എന്ന് പറയുകയാണ്. അത് ഏതൊക്കെ വഴിയിലാണ്? അതിന് കാരണം, വരാനുള്ള കാരണങ്ങൾ ഭൂമിയിൽ നിന്ന് വരും എന്നാണ്. ഭൂമി ശത്രുതയ്ക്ക് കാരണമായി തീരാറുണ്ട് പലപ്പോഴും. ഒരുവന്റെ ആസ്തി, ഇപ്പൊ ഭൂമിയൊക്കെ പരമ്പരയായിട്ടുള്ള ഒരു സ്വത്ത് അല്ലെങ്കിൽ കുറച്ച് ആസ്തി ഉണ്ട് എങ്കിൽ അതിനെ അടുത്ത തലമുറയ്ക്ക് അത് ഭാഗം ചെയ്തു കൊടുക്കുമ്പോൾ പലയിടത്തും പരാതികൾ വരും. ഏറ്റക്കുറച്ചിൽ വരണു, ഒരാൾക്ക് കൂടുതൽ കൊടുത്തു, മറ്റാൾക്ക് കുറഞ്ഞുപോയി, തർക്കങ്ങളുണ്ടാവും, പരസ്പര വൈരത്തിനത് കാരണമായി തീരും. അപ്പൊ ഭൂമിയിൽ കൂടി ഉണ്ടാവും. വാക്കുകൊണ്ട് ശത്രുത ഉണ്ടാവുന്നതാണ്. ഏറ്റവും വലിയ ശത്രുതയ്ക്ക് കാരണമായിട്ട് തീരുന്നതാണ് വാക്ക്. അത് മുറിവേൽപ്പിക്കുന്ന ഒന്നായിട്ട് ചിലപ്പോൾ മാറാറുണ്ട് എന്നാണ് വാക്ക്. കാഠിന്യമുള്ള ഒന്നാണ് വാക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വാക്ക് ഒരിക്കലും പറയാറുണ്ട്, സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ. ആയുധത്തേക്കാൾ മുറിവേൽപ്പിക്കാൻ കരുത്തുള്ള ഒന്നാണ് മൂർച്ചയേറിയ വാക്ക് എന്നാണ്. എത്ര മൂർച്ചയേറിയ ആയുധം കൊണ്ടും നമുക്കുണ്ടാവുന്ന മുറിവുകൾ അത് കാലാന്തരത്തിൽ എന്താവുന്നു? ശമിക്കും. ആ മുറിവുണങ്ങും. ക്രമേണ മുറിപ്പാടുകൾ പോലും, അതിൻ്റെ കലകൾ പോലും മാഞ്ഞുപോയി എന്ന് വരാം. പക്ഷേ വാക്കുകൊണ്ടുണ്ടായ മുറിവ് ഒരിക്കലും നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമ്മളത് മറക്കുന്നില്ല. അതാണ് ആ വാക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വാക്കുകൊണ്ട് വൈരം ഉണ്ടാവാം, അതുപോലെ ഭൂമിയിൽ നിന്ന് വൈരം ഉണ്ടാവാം, അഭിപ്രായ ഭിന്നത കൊണ്ടൊക്കെ, സ്വാഭാവികമായിട്ടുള്ള അഭിപ്രായ ഭിന്നത കൊണ്ടുണ്ടാവാം. പിന്നെ സ്ത്രീ മൂലം വൈരം, ശത്രുതയുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു വൈരം ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കുന്ന, പക ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ പൂർണ്ണമായിട്ട് ഒരുവനിൽ വിശ്വാസം അർപ്പിക്കരുത്. അത് ആപത്താണ് എന്ന് പറയുകയാണ്. അത് മരത്തിൽ അഗ്നി പോലെ. മരത്തിൽ അഗ്നിയുണ്ട്, അതിന് അനുകൂലമായ സാഹചര്യത്തിൽ അത് ആളി പടരാൻ തുടങ്ങും എന്ന് പറയുന്നത് പോലെ. അപരാധത്തിൽ നിന്നുണ്ടാവുന്ന ആ ഒരു പക അത് സമൂലം ചിലപ്പോൾ ദഹിപ്പിച്ചു എന്ന് വരാം, നശിപ്പിച്ചു എന്ന് വരാം.
ഇപ്പൊ രണ്ടു കൂട്ടർ തമ്മിലുണ്ടാവുന്ന വൈരം, ശത്രുത, പക, അത് ആരെങ്കിലും ഒരാൾ അവശേഷിച്ചാലും അതിനെ കൂടി നശിപ്പിക്കാതെ ആ പ്രതികാര അഗ്നി നശിക്കില്ല എന്നാണ് പറയുക. ഇത്തരത്തിൽ പറയുന്ന ആ പൂജനീയോട് വീണ്ടും രാജാവ് അതിന് മറുപടി പറയാനുണ്ട്. നിന്റെ ഈ വാദഗതിയോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ജനനവും മരണവും അത് കാലം കൊണ്ട് സംഭവിക്കേണ്ടതാണ്. കാലം ആണ് സമയമാവുമ്പോൾ ജീവനെ ശരീരം സ്വീകരിക്കാൻ ഇടയാക്കുന്നത്. അതുപോലെ മരണം അടുത്തു കഴിഞ്ഞാൽ, മരണാസന്നനായാൽ പിന്നെ ആ ശരീരം ഉപേക്ഷിക്കുന്നു. അപൂർവമായിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് ജനിച്ചു എന്ന് വരാം, ഒന്നിച്ച് അതേപോലെ തന്നെ മരണത്തെ വരിച്ചു. അതും അത്യപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. പക്ഷേ അതിനെയും പൂജനി ഖണ്ഡിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പൊ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നോക്കിയാൽ ഇപ്പോ അതുപോലെ തന്നെ ആപത്തുണ്ടാവുക, അതുപോലെ സമ്പത്ത് വന്നു ചേരുക, സുഖം ദുഃഖം, ഇതൊക്കെ കാലം കൊണ്ട് മാത്രമാണ് വരുന്നത് എങ്കിൽ, ഇപ്പൊ രോഗം വരുന്ന ഒരാൾക്ക്, രോഗം ബാധിക്കുന്ന ആൾക്ക് പിന്നെ എന്തിനാണ് ഔഷധം? ഇത് രോഗം വരേണ്ട കാലാണ്, മാറേണ്ട കാലമായ മാറിക്കോളും, പിന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അതാണ് ചോദ്യം എന്നാണ്. അപ്പൊ കാലമാണ് പ്രമാണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതെയാവും. ഇപ്പോൾ ഞാൻ അങ്ങയുടെ പുത്രനെ ദ്രോഹിച്ചു, അങ്ങയുടെ പുത്രൻ എന്റെ കുട്ടിയെ കൊന്നു, അങ്ങയുടെ പുത്രനെ ഞാൻ ദ്രോഹിച്ചു, അവന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. ഇനി താങ്കൾക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം, എന്നെ ദ്രോഹിക്കാം. കാരണം എല്ലാവർക്കും ഈ പ്രാണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തൻ്റെ പുത്രന്മാർ, തൻ്റെ കുട്ടികൾ, അവരെയും പ്രാണതുല്യം സ്നേഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖം തന്നെയാണ്, അല്ലാതെ ദുഃഖത്തെ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രാജാവെ, പൂജനി പറയുകയാണ്, ദുഃഖം ഏറ്റവും ഉപരിയായിട്ടുള്ളൊരു സംഗതിയാണ്. ദുഃഖത്തെക്കാൾ വലുതായിട്ടുള്ളൊരു അർത്ഥനാശമില്ല. ശത്രുതയുള്ളവരുമായി, ജീവിതത്തിൽ നമ്മളോട് വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ട് സഖ്യം ചെയ്യേണ്ടി വരിക, അതിൽ പരം വലിയൊരു ദുഃഖം ഇല്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ പ്രിയപ്പെട്ടതായ ജനങ്ങളുടെ വിയോഗം, ഇഷ്ടജന വിയോഗം, അതിനേക്കാൾ വലിയ ദുഃഖമില്ല. ഇപ്പൊ പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദുഃഖം ഏതൊരു മനുഷ്യനെയും, ഏതൊരു മാതാപിതാക്കളെയും അതങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരുവന് അതിൻ്റെ ആ ആഴം എത്രയുണ്ട് എന്ന് ബോധ്യമാവും. മറ്റുള്ളവർക്ക് പുറമേ നിന്ന് ഒരുപക്ഷെ ആശ്വസിപ്പിക്കാൻ പറ്റും, വലിയ വേദാന്തമൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഏതൊരു തരത്തിലുള്ള ദുഃഖമാണെങ്കിലും, അത് രോഗദുഃഖമാണെങ്കിലും ദാരിദ്ര്യ ദുഃഖമാണെങ്കിലും, ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ പറയും, ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരുവന് തൻ്റെ മുന്നിൽ വന്ന് മറ്റൊരാൾ വിശപ്പുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് കൈനീട്ടിയാൽ ഒട്ടും മടിക്കാതെ ആ ഭക്ഷണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ളത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, ഒട്ടും സംശയിക്കില്ല. എന്തുകൊണ്ടാണ്? ഇയാൾക്കറിയാം വിശപ്പിന്റെ ആ ഒരു തീവ്രത, അല്ലെ? തനിക്കൊരവസരത്തിൽ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ അത് അനുഭവിച്ചിട്ടുള്ള ആളാണ്, ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഏതൊരു ദുഃഖത്തിന്റെയും രുചി അറിഞ്ഞവൻ തനിക്ക് എന്ന പോലെയാണ് മറ്റുള്ളവരെയും കാണുക. രോഗം ബാധിച്ചിട്ടുള്ളവർക്ക് അതേ രോഗം മറ്റൊരാൾക്ക് ബാധിക്കുമ്പോൾ അവർക്കറിയാം, അവർക്ക് ബോധ്യപ്പെടും എത്രത്തോളം വേദനാജനകമാണ് ആ രോഗം, എത്ര ക്ലേശമുണ്ട് എന്നാണ്.